ദിവസവും 1 മണിക്കൂർ നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കാൻ തയ്യാറാണോ? എങ്കിൽ ഈ ഓഡിയോ ബുക്ക് കേൾക്കൂ. 1 മണിക്കൂറിന്റെ ശക്തി. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ വലിയ സമയം, വലിയ അവസരം അല്ലെങ്കിൽ വലിയ ഭാഗ്യം വേണ്ടിവരുമെന്ന് നമ്മൾ കരുതുന്നു. ഒരു ദിവസം മുഴുവൻ സമയം കിട്ടിയാൽ മാത്രമേ പഠനം തുടങ്ങാനാകൂ, വലിയ ഒരു പദ്ധതിയിലേക്ക് നീങ്ങാൻ കഴിയൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് പലർക്കും തോന്നുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തി പലപ്പോഴും വലിയ സമയങ്ങളിലല്ല, ചെറിയ സമയങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ശക്തിയുള്ളതാകാം ആ 1 മണിക്കൂർ. 1 മണിക്കൂർ കേൾക്കുമ്പോൾ വളരെ ചെറിയ സമയം പോലെ തോന്നാം. ഒരു സിനിമയുടെ പകുതി സമയം മാത്രം, ഒരു നീണ്ട സംഭാഷണത്തിന്റെ ചെറിയ ഭാഗം, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ അറിയാതെ ചെലവഴിക്കുന്ന സമയത്തിന്റെ ചെറിയ വിഹിതം. എന്നാൽ അതേ 1 മണിക്കൂർ ബോധപൂർവം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശക്തി അത്ഭുതകരമാകുന്നു. 1 മണിക്കൂർ മുഴുവൻ ശ്രദ്ധയോടെ ഒരു കാര്യത്തിന് നൽകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും മാറ്റുന്ന ഒരു ശക്തിയായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ പല വലിയ നേട്ടങ്ങളും ചെറിയ ചെറിയ സമയങ്ങളുടെ സമാഹാരമാണ്. ഒരു പുസ്തകം എഴുതിയ എഴുത്തുകാരൻ അത് ഒരേ സമയം എഴുതിയതല്ല. അയാൾ ഓരോ ദിവസവും കുറച്ച് സമയം ചെലവഴിച്ചാണ് അത് പൂർത്തിയാക്കിയത്. ഒരു സംഗീതജ്ഞൻ തന്റെ കഴിവ് നേടിയതും ഒരു ദിവസം കൊണ്ടല്ല. ദിവസവും ചെലവഴിച്ച ചെറിയ സമയങ്ങളുടെ അഭ്യാസമാണ് അയാളെ അത്ര ഉയരത്തിലേക്ക് എത്തിച്ചത്. ഒരാൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോഴും ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ മികച്ച വിജയം നേടുമ്പോഴും അതിന്റെ പിന്നിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന നിരവധി മണിക്കൂറുകളുണ്ട്. അതാണ് 1 അവർ റൂൾ എന്ന ആശയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദിവസവും 1 മണിക്കൂർ സമയം ഒരു പ്രധാന കാര്യത്തിനായി നിശ്ചയിക്കുമ്പോൾ അതിന് അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ 1 മണിക്കൂർ നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു ചെറിയ പടി പോലെ തോന്നാം, പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഒരു വലിയ യാത്രയായി മാറുന്നു. പലരും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. പുതിയ കഴിവുകൾ പഠിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, ആരോഗ്യം മെച്ചപ്പെടുത്തണം, ഒരു പുതിയ ജോലി നേടണം, അല്ലെങ്കിൽ സ്വന്തം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണം. പക്ഷേ അവർ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്: സമയം കിട്ടുന്നില്ല. സമയമില്ല എന്നത് നമ്മൾ പലപ്പോഴും നമ്മോട് തന്നെ പറയുന്ന ഒരു കാരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ സമയമില്ലാത്തതല്ല പ്രശ്നം, സമയം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് അറിയാത്തതാണ്. ഒരു ദിവസം 24 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെയാണ്. ലോകത്തിലെ ഏറ്റവും വിജയികളായ ആളുകൾക്കും അത്ര തന്നെ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവർ സമയം ചെലവഴിച്ചത് എങ്ങനെ എന്നതാണ് അവരുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കിയത്. അവർ ചെറിയ സമയങ്ങൾ പോലും പാഴാക്കാതെ ഉപയോഗിക്കാൻ പഠിച്ചു. അവർക്കറിയാമായിരുന്നു 1 മണിക്കൂർ പോലും ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ അതിന് വലിയ ഫലമുണ്ടാകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമയം നിശബ്ദമായി ഒഴുകിപ്പോകുന്നു. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ പല കാര്യങ്ങളിലും തിരക്കിലായിരിക്കും. ജോലി, പഠനം, കുടുംബം, സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയ, ഫോൺ, ടെലിവിഷൻ, ഇതെല്ലാം നമ്മുടെ സമയം എടുത്തുകൊണ്ടിരിക്കുന്നു. ദിവസം അവസാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇന്ന് ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ നേടിയിരിക്കുന്നത്? അവിടെ തന്നെയാണ് 1 മണിക്കൂറിന്റെ ശക്തി നമ്മെ സഹായിക്കുന്നത്. ദിവസവും 1 മണിക്കൂർ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനായി മാറ്റിവെക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടു പോകാൻ ഒരു ഉറച്ച പാത ലഭിക്കുന്നു. ആ സമയം ചെറിയതാണെന്ന് തോന്നാമെങ്കിലും അത് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളായി കൂടിച്ചേർന്നാൽ അതിന്റെ ഫലം വളരെ വലിയതാകും. 1 മണിക്കൂർ കൊണ്ട് നമ്മളെ ജോലിയിൽ മികവ് നേടാൻ സഹായിക്കുന്ന ഒരു പുതിയ കഴിവിന്റെ അടിസ്ഥാന പാഠങ്ങൾ നമുക്ക് പഠിക്കാം. 1 മണിക്കൂർ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പല പേജുകളും വായിക്കാം. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വരുമാനവും സന്തോഷവും നൽകാൻ സഹായിക്കുന്ന ഒരു ആശയം വികസിപ്പിക്കാം. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളുടെ ദിശയിൽ ചെറിയ ഒരു പടി മുന്നോട്ടു പോകാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സമയം മാത്രമല്ല, ശ്രദ്ധയാണ്. 1 മണിക്കൂർ മുഴുവൻ മനസ്സോടെ ഒരു കാര്യത്തിൽ മുഴുകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ശക്തി അതിനോട് പൂർണ്ണമായി ബന്ധപ്പെടുന്നു. അതുകൊണ്ട് ആ സമയം കൂടുതൽ ഫലപ്രദമാകുന്നു. പല മണിക്കൂറുകൾ ശ്രദ്ധയില്ലാതെ ചെലവഴിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ ശ്രദ്ധയോടെ ചെലവഴിക്കുന്നത് പലപ്പോഴും കൂടുതൽ ഫലങ്ങൾ നൽകുന്നു. മനുഷ്യന്റെ മനസ്സിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്.
അത് ഒരേ കാര്യത്തിൽ കുറച്ചു സമയം മുഴുകിയാൽ അതിന് ആ കാര്യത്തിൽ കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാൻ കഴിയും. ആദ്യം ചില മിനിറ്റുകൾ ശ്രദ്ധ കണ്ടെത്താനായി പോയേക്കാം, പക്ഷെ പതുക്കെ പതുക്കെ മനസ്സ് ആ പ്രവർത്തനവുമായി ചേർന്നു പോകുന്നു. അപ്പോൾ ചിന്തകൾ വ്യക്തമായി വരും, ആശയങ്ങൾ രൂപപ്പെടും, പ്രവർത്തനം കൂടുതൽ സൃഷ്ടിപരമാകും. ഈ അനുഭവം പലരും ഫ്ലോ എന്ന നിലയായി വിശേഷിപ്പിക്കുന്നു. ഒരാൾ പൂർണ്ണമായി തന്റെ പ്രവർത്തനത്തിൽ ലയിക്കുന്ന അവസ്ഥ. 1 മണിക്കൂർ എന്നത് ആ ഫ്ലോ എന്ന നിലയിൽ എത്തിക്കാൻ മതിയായ സമയമാണ്. അതുകൊണ്ട് തന്നെ പല വിജയികളും അവരുടെ ദിവസത്തിൽ ഒരു പ്രത്യേക സമയം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. ആ സമയം അവർ സംരക്ഷിക്കും. ആരും അതിൽ ഇടപെടാൻ അവർ അനുവദിക്കില്ല. കാരണം അവർക്കറിയാം, ആ സമയം കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും. 1 അവർ റൂൾ എന്ന ആശയം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ രഹസ്യം തന്നെയാണ്. ജീവിതം ഒരേ സമയം വലിയ മാറ്റങ്ങൾ കൊണ്ടല്ല മാറുന്നത്. ചെറിയ സ്ഥിരമായ പ്രവർത്തനങ്ങളാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ദിവസവും 1 മണിക്കൂർ ചെലവഴിക്കുന്ന ഒരാൾ 1 വർഷം കഴിയുമ്പോൾ 365 മണിക്കൂർ തന്റെ സ്വപ്നത്തിനായി പൂർണ്ണ ശ്രദ്ധയോടെ ചെലവഴിച്ചിരിക്കും. അത്രയും സമയം ഫോക്കസ്ഡ് ആയി ഒരു കഴിവിനായി നൽകിയാൽ അത് വളരാതെയിരിക്കില്ല. നമ്മൾ പലപ്പോഴും ഒരു വലിയ തുടക്കം കാത്തിരിക്കുന്നു. നാളെ മുതൽ തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാം, സമയം കിട്ടുമ്പോൾ തുടങ്ങാം എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു. എന്നാൽ ആ വലിയ ദിവസം പലപ്പോഴും വരാറില്ല. ജീവിതം എല്ലായ്പ്പോഴും തിരക്കിലായിരിക്കും. പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ 1 മണിക്കൂർ പ്രവർത്തനം തുടങ്ങാൻ വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ട. അത് വളരെ ലളിതമാണ്. ഇന്ന് തന്നെ തുടങ്ങാം, ഇപ്പോൾ തന്നെ തുടങ്ങാം. ഒരു ചെറിയ തീരുമാനം എടുത്താൽ മതി. ദിവസവും 1 മണിക്കൂർ ഞാൻ എന്റെ വളർച്ചയ്ക്കായി ചെലവഴിക്കും. ആ തീരുമാനം ചെറുതായിരിക്കാം, പക്ഷേ അതിനു പിന്നിൽ വലിയ ശക്തിയുണ്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വീണ്ടും വീണ്ടും നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നു. സമയം നമ്മെ നിയന്ത്രിക്കുന്നതിനു പകരം നാം സമയത്തിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. 1 മണിക്കൂർ നമ്മെ ശാന്തമാക്കുന്നു. അത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഓരോ ദിവസവും നമ്മൾ ഒരു ചെറിയ നേട്ടം കൈവരിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ ചെറിയ നേട്ടങ്ങൾ വലിയ വിശ്വാസമായി മാറുന്നു. എനിക്ക് കഴിയും എന്നൊരു പുതിയ ശബ്ദം നമ്മുടെ മനസ്സിൽ ഉയരാൻ തുടങ്ങും. ഈ രീതിയിൽ 1 മണിക്കൂർ ദിവസവും ചെലവഴിക്കുന്ന ഒരാളുടെ ജീവിതം ഒരു പുതിയ ദിശ കണ്ടെത്തും. അവർ തങ്ങളുടെ സ്വപ്നങ്ങളെ ദൂരെയുള്ള ഒന്നായി കാണില്ല. അവർ അതിലേക്ക് ഓരോ ദിവസവും നടന്നെടുക്കുന്നു. ചെറിയ പടികളിലൂടെ മുന്നോട്ടു പോകുന്നു. അതാണ് 1 മണിക്കൂറിന്റെ യഥാർത്ഥ ശക്തി. അത് ഒരു സമയം മാത്രമല്ല, അതൊരു പ്രതിജ്ഞയാണ്, അതൊരു വഴിയാണ്. അത് നമ്മുടെ ജീവിതത്തെ പതുക്കെ എന്നാൽ ഉറച്ച രീതിയിൽ മാറ്റുന്ന ശാന്തമായ വിപ്ലവമാണ്. ഇത് ഒരു വലിയ പ്രഖ്യാപനമല്ല, ആരും കാണാത്ത ഒരു ചെറിയ ശീലം മാത്രമാണ്. പക്ഷേ കാലക്രമേണ അത് നമ്മുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും ജീവിതത്തിന്റെ നിലവാരത്തെയും മാറ്റുന്നു. ഒരാൾ ദിവസവും 1 മണിക്കൂർ തന്റെ വളർച്ചയ്ക്കായി സമർപ്പിക്കുമ്പോൾ അവൻ പതുക്കെ പതുക്കെ തന്റെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറുന്നു. 1 മണിക്കൂർ മാത്രം. എന്നാൽ ആ 1 മണിക്കൂർ സത്യസന്ധമായ ശ്രമത്തോടും ശ്രദ്ധയോടും കൂടി ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ചിലപ്പോൾ ജീവിതത്തെ മാറ്റാൻ ഒരു വലിയ അവസരം വേണമെന്നില്ല, 1 മണിക്കൂർ മാത്രം മതിയാകും. 1 അവർ റൂൾ എങ്ങനെ പ്രായോഗികമാക്കാം? നമ്മളെ വിജയിപ്പിക്കുന്ന 1 മണിക്കൂർ. ഈ ആശയം കേൾക്കുന്നത് എളുപ്പമാണ്, അതിൽ പ്രചോദനം ഉണ്ടാകുന്നതും എളുപ്പമാണ്. എന്നാൽ ഈ ആശയം ജീവിതത്തിൽ സ്ഥിരമായി നടപ്പാക്കുന്നത് അത്ര എളുപ്പമല്ല. ദിവസവും 1 മണിക്കൂർ എന്റെ വളർച്ചയ്ക്കായി ചെലവഴിക്കണം എന്ന് നമ്മൾ പലപ്പോഴും തീരുമാനിക്കും. പക്ഷെ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ആ തീരുമാനങ്ങൾ മങ്ങിപ്പോകുകയും പഴയ ജീവിതത്തിലേക്ക് നമ്മൾ തിരികെ പോകുകയും ചെയ്യുന്നു. അതുകൊണ്ട് 1 അവർ റൂൾ എന്ന ആശയം മനസ്സിലാക്കുന്നതിനോടൊപ്പം അത് എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നുകൂടി പഠിക്കണം. 1 അവർ റൂൾ ഒരു കടുത്ത നിയമമല്ല, അത് ബോധപൂർവമായ ഒരു ജീവിത രീതിയാണ്. നമ്മുടെ ദിവസങ്ങളിൽ നിന്ന് 1 മണിക്കൂർ സമയം കണ്ടെത്തി അത് നമ്മളെ വളർത്തുന്ന ഒരു കാര്യത്തിന് സമർപ്പിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാന തത്വം. ഈ 1 മണിക്കൂർ നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും കഴിവുകൾക്കും വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വിശുദ്ധ സമയം പോലെ കാണാം. ഈ സമയം മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇത് നമ്മുടെ ഭാവിക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന ഒരു സമയമാണ്.
പലരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എനിക്ക് ഇതിനകം തന്നെ വളരെ തിരക്കാണ്, എനിക്ക് എങ്ങനെ 1 മണിക്കൂർ കണ്ടെത്താം? എന്നാൽ 1 മണിക്കൂർ സമയം കണ്ടെത്തുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നാം ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെറിയ ചെറിയ സമയങ്ങൾ പലപ്പോഴും പാഴാകുന്നതായി കാണാം. സോഷ്യൽ മീഡിയയിൽ ചില മിനിറ്റുകൾ, അനാവശ്യമായ വീഡിയോകൾ, ഉദ്ദേശമില്ലാത്ത സ്ക്രോളിംഗ് അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ ചെലവഴിക്കുന്ന സമയങ്ങൾ, ഇവയെല്ലാം കൂടി വരുമ്പോൾ 1 മണിക്കൂറിനേക്കാൾ കൂടുതലായി മാറാറുണ്ട്. അതുകൊണ്ട് 1 hour റൂൾ പ്രായോഗികമാക്കാനുള്ള ആദ്യപടി സമയം കണ്ടെത്തുന്നതല്ല, പാഴാകുന്ന സമയം തിരിച്ചറിയുന്നതാണ്. നമ്മുടെ ദിവസത്തിൽ എവിടെയാണ് സമയം നിശബ്ദമായി ഒഴുകിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരിക്കൽ അത് തിരിച്ചറിഞ്ഞാൽ 1 മണിക്കൂർ കണ്ടെത്തുന്നത് അസാധ്യമല്ലെന്ന് നമുക്ക് മനസ്സിലാകും. ചിലർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയായിരിക്കും. രാവിലെ ലോകം ശാന്തമായിരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ വ്യക്തമായിരിക്കും. ആ സമയത്ത് 1 മണിക്കൂർ വായനയ്ക്കോ പഠനത്തിനോ എഴുത്തിനോ ധ്യാനത്തിനോ ചെലവഴിക്കുമ്പോൾ ആ ദിനത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും. രാവിലെ 1 മണിക്കൂർ നമ്മെ സൃഷ്ടിപരമായ ചിന്തയിലേക്ക് കൊണ്ടുപോകും. അത് നമ്മെ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും ദിനം തുടങ്ങാൻ സഹായിക്കും. മറ്റു ചിലർക്ക് രാത്രി കൂടുതൽ അനുയോജ്യമായിരിക്കും. ദിവസത്തെ ജോലികൾ അവസാനിച്ചതിന് ശേഷം ലോകം അല്പം മന്ദഗതിയിലാകുമ്പോൾ മനസ്സിന് ശാന്തമായി ആലോചിക്കാൻ കഴിയും. ആ സമയത്ത് 1 മണിക്കൂർ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു മനോഹരമായ സമാപനം പോലെ തോന്നാം. ഇവിടെ പ്രധാനപ്പെട്ടത് ഏത് സമയമാണ് എന്നതല്ല, ആ സമയം സ്ഥിരമാണെന്നതാണ്. ഒരേ സമയം ദിവസവും ഈ 1 മണിക്കൂർ ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പതുക്കെ ഒരു ശീലമായി മാറുന്നു. മനുഷ്യന്റെ മനസ്സ് ശീലങ്ങളോട് വളരെ ശക്തമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായി തോന്നാൻ തുടങ്ങും. ഇന്നത്തെ ലോകത്ത് ശ്രദ്ധ നിലനിർത്തുക വളരെ വലിയ വെല്ലുവിളിയാണ്. മൊബൈൽ ഫോണുകൾ, നോട്ടിഫിക്കേഷനുകൾ, സന്ദേശങ്ങൾ, സോഷ്യൽ മീഡിയ ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ ഇടയ്ക്കിടെ തകർക്കുന്നു. 1 മണിക്കൂർ ജോലി ചെയ്യാനിരുന്നാലും ഓരോ കുറച്ച് മിനിറ്റിലും ഫോൺ പരിശോധിക്കാൻ തോന്നും. അതുകൊണ്ട് ഈ 1 മണിക്കൂർ സംരക്ഷിക്കപ്പെടേണ്ട സമയമാണ്. ആ സമയത്ത് ഫോൺ സൈലന്റ് മോഡിൽ വെക്കുക, സോഷ്യൽ മീഡിയ ഒഴിവാക്കുക, അനാവശ്യമായ ഇടപെടലുകൾ കുറയ്ക്കുക. ഇതെല്ലാം ഈ സമയത്തെ കൂടുതൽ ശക്തിയുള്ളതാക്കും. 1 മണിക്കൂർ പൂർണ്ണമായി ഒരു കാര്യത്തിൽ മുഴുകുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഫലങ്ങൾ നൽകും. ഇത് ഒരു മത്സരമല്ലെന്ന് മനസ്സിലാക്കുന്നതും പ്രധാനമാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. ചില ദിവസങ്ങളിൽ അത് അത്ര എളുപ്പമാകില്ല. ചിലപ്പോൾ ക്ഷീണമുണ്ടാകും, ചിലപ്പോൾ മനസ്സ് അലസമായിരിക്കും. പക്ഷേ 1 hour റൂളിന്റെ യഥാർത്ഥ ശക്തി പ്രകടനത്തിലല്ല, സ്ഥിരതയിലാണ്. ഓരോ ദിവസവും ആ സമയം പൂർത്തിയാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിൽ വലിയ ഫലങ്ങൾ ഉടൻ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വളർച്ചയുടെ യഥാർത്ഥ സ്വഭാവം അതല്ല. വളർച്ച പതുക്കെയാണ് നടക്കുന്നത്. ഒരു വിത്ത് നട്ടാൽ അത് ഒരു ദിവസം കൊണ്ട് ഒരു വലിയ മരമാകില്ല. പക്ഷേ ഓരോ ദിവസവും അത് കാണാനാവാത്ത രീതിയിൽ വളരുകയാണ്. ഒരു ദിവസം അത് ഒരു മഹാവൃക്ഷമായി മാറും. 1 hour റൂൾ അതുപോലെയാണ്. ആദ്യ ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ അറിവും കഴിവുകളും ആത്മവിശ്വാസവും പതുക്കെ വളരാൻ തുടങ്ങും. നമുക്ക് തന്നെ നമ്മളിൽ ഒരു മാറ്റം കാണാൻ തുടങ്ങും. നാം മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയുള്ളവരായി, കൂടുതൽ ശാന്തരായി, കൂടുതൽ ലക്ഷ്യബോധമുള്ളവരായി മാറും. ഈ 1 മണിക്കൂർ നമ്മെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുപോകും. അത് നമ്മെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ബോധപൂർവമായ ജീവിതത്തിലേക്ക് മാറ്റും. ഇനി നമ്മൾ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കുന്ന ആളുകൾ ആയിരിക്കില്ല. സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്ന ആളുകളായി മാറും. 1 hour റൂൾ പ്രായോഗികമാക്കുമ്പോൾ അത് നമ്മുടെ സമയം മാത്രമല്ല മാറ്റുന്നത്, നമ്മുടെ മനോഭാവവും മാറ്റുന്നു. ഓരോ ദിവസവും ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. എനിക്ക് സമയമില്ല എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് എനിക്ക് സമയം സൃഷ്ടിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറും. അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. ഇത് നമ്മെ കൂടുതൽ പ്രൊഡക്റ്റീവായ ആളുകളാക്കുന്നതിൽ മാത്രമല്ല, കൂടുതൽ ബോധപൂർവമായ ജീവിതം നയിക്കുന്ന ആളുകളാക്കുന്നതിലും സഹായിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഇടം സൃഷ്ടിക്കുന്നു.
അവിടെ നമുക്ക് വളരാനും ചിന്തിക്കാനും സ്വപ്നങ്ങൾ രൂപപ്പെടുത്താനും കഴിയും. കാലക്രമേണ ആ ചെറിയ ഇടം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട ഭാഗമാകും. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആശയങ്ങളും ലക്ഷ്യങ്ങളും വിജയങ്ങളും വളരാൻ തുടങ്ങുന്നത്. അതിനാൽ 1 അവർ റൂൾ പ്രായോഗികമാക്കാൻ വലിയ മാറ്റങ്ങൾ ആവശ്യമില്ല. ഒരു ചെറിയ തീരുമാനം മാത്രം മതിയാകും. ദിവസവും 1 മണിക്കൂർ സമയം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനായി മാറ്റിവെക്കുക. ആ സമയം സംരക്ഷിക്കുക. ആ സമയത്ത് എല്ലാ ഡിസ്ട്രാക്ഷനുകളും പൂർണ്ണമായും ഒഴിവാക്കുക. ആ സമയത്ത് മുഴുവൻ മനസ്സോടെ മുഴുവൻ ശ്രദ്ധയോടെ പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാധാരണ മണിക്കൂർ പതുക്കെ ഒരു അസാധാരണ ശക്തിയായി മാറും. ആ മാറ്റം അത്ഭുതകരമായിരിക്കും. അത് നമ്മുടെ ദിവസങ്ങളെ മാറ്റും. പിന്നീട് അത് നമ്മുടെ ജീവിതത്തെയും മാറ്റും. 1 മണിക്കൂർ സ്ഥിരമായ പരിശീലനം. ഒരു നല്ല ആശയത്തിന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷിയുണ്ട്. എന്നാൽ ആ ആശയം യഥാർത്ഥത്തിൽ ഫലപ്രദമാകുന്നത് അത് സ്ഥിരമായി നടപ്പിലാക്കുമ്പോഴാണ്. ഒരു ദിവസം, 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാത്രമായി എന്തെങ്കിലും ചെയ്യുന്നത് വലിയ മാറ്റം സൃഷ്ടിക്കില്ല. എന്നാൽ അതേ കാര്യങ്ങൾ മാസങ്ങളോളം, വർഷങ്ങളോളം സ്ഥിരമായി ചെയ്യുമ്പോൾ അതിന്റെ ഫലം അത്ഭുതകരമാകും. 1 അവർ റൂൾ എന്ന ആശയത്തിന്റെ യഥാർത്ഥ ശക്തി സ്ഥിരത എന്നതിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ദിവസവും 1 മണിക്കൂർ സമയം നമ്മുടെ വളർച്ചയ്ക്കായി മാറ്റിവെക്കുക എന്നത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ കാര്യമായി തോന്നാം. എന്നാൽ അത് ചിലപ്പോഴൊക്കെ വെല്ലുവിളികൾ ഉള്ളതുമായിരിക്കും. ചില ദിവസങ്ങളിൽ ഉത്സാഹം നിറഞ്ഞിരിക്കും. ചില ദിവസങ്ങളിൽ മനസ്സ് വളരെ അലസമായിരിക്കും. ചിലപ്പോൾ ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. ചിലപ്പോൾ അനിയന്ത്രിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടായാലും 1 മണിക്കൂർ സമയം സ്ഥിരമായി തുടരാൻ കഴിയുമ്പോഴാണ് 1 അവർ റൂൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേരുറപ്പിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ശീലങ്ങൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും നമ്മൾ ബോധപൂർവം തീരുമാനിച്ച് ചെയ്യുന്നവയല്ല, അവ ശീലങ്ങളായി മാറിയവയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത്, ഫോൺ പരിശോധിക്കുന്നത്, ചായ കുടിക്കുന്നത്, ജോലി തുടങ്ങുന്നത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പതിവുകളായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ 1 മണിക്കൂർ നമ്മുടെ വളർച്ചയ്ക്കായി മാറ്റിവെക്കുന്നതും പതുക്കെ ഒരു ശീലമായി മാറേണ്ടതാണ്. ഒരു ശീലം രൂപപ്പെടുന്നത് ചെറിയ ആവർത്തനങ്ങളിലൂടെയാണ്. ആദ്യ ദിവസങ്ങളിൽ അത് ഒരു ബോധപൂർവമായ ശ്രമമായിരിക്കും. നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം, സമയം കണ്ടെത്തണം, ശ്രദ്ധ നിലനിർത്തണം. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അത് പതുക്കെ സ്വാഭാവികമാകാൻ തുടങ്ങും. ഒരു സമയം വരുമ്പോൾ ആ 1 മണിക്കൂർ ചെലവഴിക്കാതെ ഒരു ദിവസം പൂർത്തിയാകാത്തതുപോലെ തോന്നും. സ്ഥിരതയുടെ സൗന്ദര്യം അതിന്റെ ലാളിത്യത്തിലാണ്. നമ്മൾ ദിവസവും ചെറിയ ഒരു പടി മാത്രം മുന്നോട്ടു പോകുന്നു. അത് വളരെ ചെറിയ പുരോഗതി പോലെ തോന്നാം. പക്ഷെ ദിവസങ്ങൾ കൂടി വരുമ്പോൾ ആ ചെറിയ പടികൾ വലിയ ദൂരമായി മാറുന്നു. ഒരാൾ ദിവസവും 1 മണിക്കൂർ വായിക്കുമ്പോൾ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ വായിച്ചിരിക്കാം. ഒരാൾ ദിവസവും 1 മണിക്കൂർ എഴുതുമ്പോൾ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പുസ്തകത്തിന്റെ വലിയ ഭാഗം എഴുതപ്പെട്ടിരിക്കും. ഒരാൾ ദിവസവും 1 മണിക്കൂർ ഒരു പുതിയ കഴിവ് അഭ്യസിക്കുമ്പോൾ ആ കഴിവ് പതുക്കെ അവന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാകും. സ്ഥിരത നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ വെല്ലുവിളി പലപ്പോഴും പുറത്തു നിന്നുള്ള തടസ്സങ്ങളല്ല, നമ്മുടെ സ്വന്തം മനസ്സാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ തോന്നും, ഇന്ന് ഒഴിവാക്കിയാൽ പ്രശ്നമില്ല, നാളെ മുതൽ വീണ്ടും തുടങ്ങാം, ഇന്ന് അല്പം വിശ്രമിക്കാം. ഈ ചെറിയ ചിന്തകൾ തന്നെ പല നല്ല ശീലങ്ങളും പതുക്കെ ഇല്ലാതാക്കാൻ കാരണമാകും. അതുകൊണ്ട് 1 അവർ റൂൾ തുടരാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യമുണ്ട്. പൂർണ്ണതയേക്കാൾ സ്ഥിരതയാണ് പ്രധാനപ്പെട്ടത്. ഒരു ദിവസം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ആ മണിക്കൂർ എത്തിച്ചേരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില ദിവസങ്ങളിൽ 1 മണിക്കൂറിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യും. ചില ദിവസങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രവും. പക്ഷെ ആ സമയം തുടരുന്നത് തന്നെയാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിതത്തിൽ വിജയിച്ച പലരുടെയും യാത്രകൾ നോക്കുമ്പോൾ അവർ വലിയ കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് നേടിയവർ അല്ല എന്ന് കാണാം. അവർ ദിവസവും ചെറിയ ശ്രമങ്ങൾ തുടരുകയായിരുന്നു. ചിലപ്പോൾ ആ ശ്രമങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ചിലപ്പോൾ അവർ തന്നെ അവരുടെ പുരോഗതി കാണാതെ പോയിരിക്കും. പക്ഷേ കാലക്രമേണ ആ ശ്രമങ്ങൾ ചേർന്നപ്പോൾ വലിയ വിജയങ്ങളായി മാറി. 1 മണിക്കൂർ എന്നത് അത്ര വലിയ സമയമൊന്നുമല്ല. എന്നാൽ അതിന്റെ സ്ഥിരത അതിനെ അസാധാരണ ശക്തിയാക്കി മാറ്റുന്നു. 1 മണിക്കൂർ
ചിട്ടയായ ശ്രദ്ധാപൂർവമായ പ്രവർത്തനം ഓരോ ദിവസവും ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ താളമായി മാറുന്നു. ആ സമയം നമ്മെ നമ്മുടെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ശാന്തമായ ഇടമായി മാറുന്നു. ഈ സ്ഥിരമായ അഭ്യാസം നമ്മെ മറ്റൊരു കാര്യം പഠിപ്പിക്കുന്നു: ക്ഷമ. ഇന്നത്തെ ലോകം വളരെ വേഗത്തിലാണ്. നമ്മളെല്ലാം വേഗത്തിൽ ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു. പക്ഷേ യഥാർത്ഥ വളർച്ചയ്ക്ക് സമയം വേണ്ടിവരും. ഒരു കഴിവ് വളരാൻ സമയം വേണം. അറിവ് ആഴത്തിലാകാൻ സമയം വേണം. ആത്മവിശ്വാസം ശക്തമാകാൻ സമയം വേണം. ഈ യാത്രയിൽ ക്ഷമയോടെ മുന്നോട്ടു പോകാൻ നമ്മെ പരിശീലിപ്പിക്കുന്നതും ഈ 1 മണിക്കൂറിന്റെ ശീലമാണ്. കാലക്രമേണ ഈ ശീലം നമ്മുടെ മനസ്സിനെ മാറ്റാൻ തുടങ്ങും. മുമ്പ് നമ്മൾ കാര്യങ്ങൾ ആരംഭിക്കാൻ മടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തുടങ്ങാൻ ധൈര്യമുണ്ടാകും. മുമ്പ് വലിയ ലക്ഷ്യങ്ങൾ അകലെയാണെന്ന് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ അവ കൈവരിക്കാവുന്നവയാണ് എന്ന് തോന്നും. കാരണം നമ്മൾ ദിവസവും അതിലേക്കുള്ള ചെറിയ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശീലത്തിന്റെ മറ്റൊരു മനോഹരമായ ഫലം ആത്മവിശ്വാസമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ ഒരു വാഗ്ദാനം പാലിക്കുന്നു. ഞാൻ ദിവസവും 1 മണിക്കൂർ എൻ്റെ വളർച്ചയ്ക്കായി ചെലവഴിക്കും എന്ന വാഗ്ദാനം. ആ വാഗ്ദാനം ദിവസേന പാലിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ ഇനി സ്വപ്നങ്ങൾ മാത്രം കാണുന്ന ആളുകളല്ല, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് 1 മണിക്കൂർ സ്ഥിരമായി തുടരുന്നത് ഒരു ടൈം മാനേജ്മെന്റ് രീതി മാത്രമല്ല, അത് ഒരു വ്യക്തിത്വ രൂപീകരണം കൂടിയാണ്. അത് നമ്മെ കൂടുതൽ ചിട്ടയുള്ളവരാക്കുന്നു, കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കുന്നു, കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കുന്നു. 1 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ ഈ ചെറിയ ശീലത്തിന്റെ ശക്തി നമുക്ക് വ്യക്തമായി കാണാം. ഒരിക്കൽ വളരെ ചെറുതാണെന്ന് കരുതിയിരുന്ന ആ 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയതായി നമുക്ക് മനസ്സിലാകും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, വളർത്തിയ കഴിവുകൾ, നേടിയ അനുഭവങ്ങൾ, ഇവയെല്ലാം ആ ചെറിയ സമയത്തിന്റെ സ്ഥിരമായ നിക്ഷേപത്തിന്റെ ഫലമായിരിക്കും. 1 അവർ റൂൾ പിന്തുടരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യമാണ്: നിർത്താതിരിക്കുക. ചില ദിവസങ്ങൾ കഠിനമായിരിക്കാം, ചില ദിവസങ്ങൾ വളരെ ലളിതമായിരിക്കാം. പക്ഷെ ആ സമയം തുടർന്നുകൊണ്ടിരിക്കുക. കാരണം ഓരോ ദിവസവും ആ ചെറിയ സമയം നമ്മളെ നമ്മുടെ തന്നെ മികച്ച രൂപത്തിലേക്ക് അല്പം കൂടി അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂർ ഇന്ന് ചെലവഴിച്ചാൽ അത് ചെറുതായിരിക്കും. പക്ഷെ ആ 1 മണിക്കൂർ നാളെയും മറ്റന്നാളും അതിനുശേഷവും ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ശീലങ്ങളിൽ ഒന്നായി മാറും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, സ്ഥിരതയോടെ ചെലവഴിച്ച 1 മണിക്കൂർ പലപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്നത്ര ശക്തിയുള്ളതാണ്. 1 മണിക്കൂറിലെ ജീവിതമാറ്റം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പലരും അത് ഒരു വലിയ അവസരത്തിന്റെ ഫലമെന്ന് കരുതുന്നു. ചിലപ്പോൾ അത് ഒരു പുതിയ ജോലിയായിരിക്കും, ചിലപ്പോൾ ഒരു വലിയ തീരുമാനമായിരിക്കും, ചിലപ്പോൾ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക സംഭവമായിരിക്കും. പക്ഷേ സത്യത്തിൽ പല ജീവിത മാറ്റങ്ങളും വളരെ ശാന്തമായ രീതിയിലാണ് ആരംഭിക്കുന്നത്. അത് വലിയ പ്രഖ്യാപനങ്ങളോടെയോ അതിശയകരമായ സംഭവങ്ങളോടെയോ ആരംഭിക്കാറില്ല. പലപ്പോഴും അത് വളരെ ലളിതമായ ഒരു തീരുമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത്തരമൊരു തീരുമാനമാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. ദിവസവും 1 മണിക്കൂർ സ്വന്തം വളർച്ചയ്ക്കായി ചെലവഴിക്കാം എന്ന തീരുമാനം. 1 അവർ റൂൾ പിന്തുടരുന്ന ഒരാൾക്ക് ആദ്യം വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നില്ല. ആദ്യ ദിവസങ്ങളിൽ ജീവിതം അതേപോലെ തന്നെ തുടരുകയാണെന്ന് തോന്നാം. ജോലി, ഉത്തരവാദിത്തങ്ങൾ, ദിനചര്യ എല്ലാം പഴയതുപോലെ തന്നെ കാണാം. എന്നാൽ ആ 1 മണിക്കൂർ സമയം നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിൽ പുതിയ ചിന്തകൾ വിതയ്ക്കും, പുതിയ ആശയങ്ങൾ വളർത്തും, പുതിയ സാധ്യതകൾ തുറക്കും. ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നത് പലപ്പോഴും അവന്റെ ചിന്തകൾ മാറുമ്പോഴാണ്. ചിന്തകൾ മാറുമ്പോൾ പ്രവർത്തനങ്ങൾ മാറും, പ്രവർത്തനങ്ങൾ മാറുമ്പോൾ ഫലങ്ങളും മാറും. ഈ മാറ്റത്തിന്റെ തുടക്കം വളരെ ചെറുതായിരിക്കും, എന്നാൽ അതിന്റെ തുടർച്ചയാണ് അതിനെ ശക്തമാക്കുന്നത്. ദിവസവും 1 മണിക്കൂർ നമ്മെ ആന്തരികമായി മിനുക്കുന്ന ഒരു പരിശീലനമായി അത് മാറുന്നു. ഈ 1 മണിക്കൂർ നമ്മെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കും. ഒരു പുതിയ ഭാഷ, ഒരു പുതിയ കഴിവ്, ഒരു പുതിയ ആശയം, ഇവയെല്ലാം പതുക്കെ നമ്മുടെ അറിവിന്റെ ഭാഗമാകുന്നു. അറിവ് വളരുമ്പോൾ ആത്മവിശ്വാസം വളരും. ഒരാൾ കൂടുതൽ അറിയുമ്പോൾ അവർ ലോകത്തെ കാണുന്ന രീതിയും മാറും. മുന്നിലുള്ള അവസരങ്ങൾ മുമ്പത്തേക്കാൾ വ്യക്തമായി കാണാൻ തുടങ്ങും.
ജീവിതത്തിൽ പലരും ഒരു ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്നു. കാരണം അവർ മുന്നോട്ട് പോകാനുള്ള കഴിവുകൾ വളർത്താൻ സമയം നൽകുന്നില്ല. ദിവസങ്ങൾ മുഴുവൻ തിരക്കിലായി കടന്നു പോകുന്നു. പക്ഷെ ആ തിരക്കിൽ വളർച്ചയ്ക്ക് വേണ്ട സമയം ഉണ്ടാകാറില്ല. 1 അവർ റൂൾ ഈ പ്രശ്നത്തിന് വളരെ ലളിതമായ ഒരു പരിഹാരമാണ് നൽകുന്നത്. അത് നമ്മുടെ വളർച്ചയ്ക്കായി ദിവസവും ഒരു ഇടം നൽകുന്നു. ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ ദിവസവും 1 മണിക്കൂർ അധികമായി പഠനത്തിനായി ചെലവഴിക്കുമ്പോൾ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റം കാണാം. അവന്റെ അറിവ് കൂടുതൽ ആഴത്തിലാകും. അവന്റെ ചിന്ത കൂടുതൽ വ്യക്തമായിരിക്കും. പരീക്ഷകൾക്ക് മുന്നിൽ അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. ഒരു ജോലിക്കാരനെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ ദിവസവും 1 മണിക്കൂർ പുതിയ കഴിവുകൾ പഠിക്കാൻ ചെലവഴിക്കുമ്പോൾ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ തന്റെ മേഖലയിൽ കൂടുതൽ ശക്തനായ ഒരു വ്യക്തിയായി മാറും. പുതിയ അവസരങ്ങൾ അവനെ തേടി വരും. കാരണം അവൻ തന്റെ കഴിവുകൾ വികസിപ്പിക്കാൻ സമയം നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു വലിയ സ്വപ്നമുള്ള ഒരാളെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ ദിവസവും 1 മണിക്കൂർ തന്റെ സ്വപ്നത്തിനായി പ്രവർത്തിക്കുമ്പോൾ ആ സ്വപ്നം ദൂരെയുള്ള ഒരു ആശയമായി തുടരില്ല. അത് പതുക്കെ യാഥാർത്ഥ്യമായി രൂപം കൊള്ളാൻ തുടങ്ങും. ഓരോ ദിവസവും ചെറിയൊരു പുരോഗതി ഉണ്ടാകും. ആ ചെറിയ പുരോഗതികൾ ചേരുമ്പോൾ ഒരു ദിവസം വലിയ നേട്ടമായി മാറും. 1 അവർ റൂൾ നമ്മെ മറ്റൊരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ജീവിതം ഒരു ദിവസം കൊണ്ട് മാറുന്നില്ല. പക്ഷെ ഓരോ ദിവസവും അല്പം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിന്റെ ദിശ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ദിവസങ്ങളിൽ 1 മണിക്കൂർ വളർച്ചയ്ക്കായി മാറ്റിവെക്കുമ്പോൾ ആ മാറ്റത്തിന്റെ ദിശ മുന്നോട്ടാകുന്നു. ഈ ശീലം നമ്മെ കൂടുതൽ ബോധപൂർവമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുമ്പ് സമയം എങ്ങനെ പോയി എന്ന് പോലും അറിയാതെ ദിവസങ്ങൾ കടന്നുപോയിരിക്കാം. എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ചെറിയ ലക്ഷ്യത്തോടെ തുടങ്ങുന്നു. 1 മണിക്കൂർ നമ്മെ നമ്മുടെ സ്വപ്നങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സമയമായി മാറുന്നു. കാലക്രമേണ ഈ 1 മണിക്കൂർ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാകും. സമയം കിട്ടുമ്പോൾ മാത്രമേ എന്തെങ്കിലും ചെയ്യൂ എന്ന നിലയിൽ നിന്നും നമ്മൾ ഇനി മാറും. സമയം സൃഷ്ടിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായി നമ്മൾ മാറും. ഈ മാറ്റം വളരെ ശക്തിയുള്ളതാണ്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വീണ്ടും നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നു. കാലങ്ങൾക്ക് ശേഷം പിന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണും ഒരിക്കൽ ചെറിയതായിരുന്ന ആ 1 മണിക്കൂർ എത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്ന്. നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, പഠിച്ച കഴിവുകൾ, എഴുതിയ ആശയങ്ങൾ, നേടിയ അനുഭവങ്ങൾ ഇവയെല്ലാം ആ ചെറിയ സമയത്തിന്റെ ഫലമായിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട നിക്ഷേപം സമയം തന്നെയാണ്. പണം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും സമ്പാദിക്കാം. അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകാം. എന്നാൽ സമയം ഒരിക്കൽ പോയാൽ പിന്നീട് തിരികെ വരില്ല. അതുകൊണ്ട് സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്നത്. 1 അവർ റൂൾ നമ്മെ സമയം പാഴാക്കാതെ നിക്ഷേപിക്കാൻ പഠിപ്പിക്കുന്നു. അത് നമ്മെ ദിവസവും ചെറിയ രീതിയിൽ വളരാൻ സഹായിക്കുന്നു. ആ ചെറിയ വളർച്ചകൾ ചേരുമ്പോൾ വലിയ ജീവിത മാറ്റമാകുന്നു. ഒരു ദിവസം നമുക്ക് വ്യക്തമായി മനസ്സിലാകും, നമ്മുടെ ജീവിതം മാറ്റിയത് ഒരു വലിയ സംഭവമല്ല, ഒരു വലിയ അവസരമല്ല. അത് നമ്മൾ ദിവസവും ശാന്തമായി തുടർന്ന ഒരു ചെറിയ ശീലം മാത്രമാണ്. ദിവസവും 1 മണിക്കൂർ നമ്മൾ നമ്മളിൽ തന്നെ നിക്ഷേപിച്ച സമയം. അതാണ് ഈ നിയമത്തിന്റെ സൗന്ദര്യം. ഇതാർക്കും സാധ്യമാകുന്ന ഒന്നാണ്. വലിയ സമ്പത്ത് ആവശ്യമില്ല, വലിയ അവസരങ്ങൾ ആവശ്യമില്ല, പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമില്ല. ഒരു തീരുമാനം മാത്രം മതിയാകും. ദിവസവും 1 മണിക്കൂർ സമയം സ്വന്തം വളർച്ചയ്ക്കായി ചെലവഴിക്കാം എന്ന തീരുമാനം. ഈ തീരുമാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വളരെ ലളിതമായിരിക്കും. പക്ഷേ കാലക്രമേണ അത് നമ്മെ നമ്മുടെ മികച്ച രൂപത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്ന ജീവിതത്തോട് അല്പം കൂടി അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റാൻ ഒരു വലിയ ശക്തി വേണ്ടതില്ല, 1 മണിക്കൂർ മാത്രം മതിയാകും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.